മോദി, നെതന്യാഹു, പുടിൻ. ഈ 4 പേരുമാണ് ഇനി ഹീറോസ്. ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന 4 ശക്തികൾ. കോമണായി ഇവർക്ക് 4 പേർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ലോകത്തു നിന്നും ഭീകരതയെ തുടച്ചു നീക്കുക, ജനാധിപത്യത്തിനപ്പുറത്തേക്ക് ബിസിനസ്സിന് പ്രാധാന്യം നൽകുക. വളരെ മോശം അഭിപ്രായമാണ് അമേരിക്കയ്ക്ക് ട്രംപിനെ കുറിച്ച്. പെണ്ണുപിടിയൻ, അഴിമതി വീരൻ എന്നു തുടങ്ങി സകല മോശം പ്രയോഗങ്ങളും പലതവണയായി ട്രംപ് കേട്ടിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെ വിജയിച്ചു? ലോകമൊട്ടാകെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു: അമേരിക്ക നേരിടുന്നത് കടുത്ത പ്രതിസന്ധികളാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എങ്കിൽ സത്യമാണത്. അമേരിക്ക നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. തെരുവിൽ പാർപ്പിടമില്ലാത്ത ഭിക്ഷയാചിക്കുന്ന ആളുകൾ 15 കൊല്ലം മുൻപൊക്കെ അമേരിക്കയിൽ സാധാരണമല്ലായിരുന്നു. എന്നാൽ ഇന്ന് അവസ്ഥ വേറെയാണ്. അതിന് ഇമിഗ്രേഷൻ മാത്രമല്ല കാരണം, സാമ്പത്തിക അസമത്വം. അത് വലിയൊരു വിഷയമാണ്. എന്നാലും ഇലക്ഷൻ സമയത്ത് ഇത് ഇമിഗ്രേഷന്റെ പെടലിക്ക് വെക്കാൻ എളുപ്പമാണ്. ഇത് ഇലക്ഷനിൽ പ്രതിഫലിച്ച ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ആളുകൾ ഭിക്ഷയെടുക്കുന്നത് ഇമിഗ്രേഷൻ കൂടിയത് കൊണ്ടാണെന്നാണ്. അമേരിക്കയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വാർഷിക കുടുംബ വരുമാനം എന്ന് പറയുന്നത് $80,610 ആണ്. 2019 ഇത് $81,210 ആയിരുന്നു. അതിനിടയിൽ 2022 ഇത് $77,540 വരെ താഴ്ന്നു. $80,000 എന്ന് വെച്ചാൽ ഏതാണ്ട് $5,000 മാസം കയ്യിൽ കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് ഇൻഷുറൻസ്, ടാക്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞ് കിട്ടുന്ന തുകയാണിത്. 2019 ഇത്രയും വരുമാനമുള്ള ഒരു കുടുംബത്തിന് ആവറേജ് ചെലവുകളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് $1,000 മിച്ചം വയ്ക്കാമായിരുന്നു. എന്ന് വെച്ചാൽ സേവ് ചെയ്യാമായിരുന്നു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് വിലക്കയറ്റം ഏതാണ്ട് 30%. അതായത് $4,000 മാസം ചെലവാക്കിയിരുന്ന ഒരു കുടുംബത്തിന് അതേ ബില്ലുകൾ പേ ചെയ്ത് കാര്യങ്ങൾ നടത്താൻ $5,000 പോരെന്ന് വരുന്നു. ഇതിന്റെ പുറമെ പാൻഡമിക് കൊണ്ടുവന്ന ബിഹേവിയറൽ ചേഞ്ചുകൾ, അതിന്റെ എഫക്ട്സ്, കൂടിയ ചെലവ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറഞ്ഞ പലിശ നിരക്ക് ഒക്കെയായിരുന്നു 2022 വരെ. 2022 മുതൽ പലിശ നിരക്ക് കൂടി. കടം ലഭിക്കുന്നത് കൂടുതൽ പ്രയാസമായി. അഗ്രിഗേറ്റ് ക്രെഡിറ്റ് കാർഡ് കടം റെക്കോർഡ് ലെവലിലായി. ഇതൊക്കെയാണ് ഇത്തവണ പ്രധാനമായും ഇലക്ഷൻ ചർച്ച ചെയ്തത്. അതിന്റെ കൂടെ ഇല്ലീഗൽ എമിഗ്രേഷൻ വഴി 10 മില്യണിൽ കൂടുതൽ ആളുകൾ അമേരിക്കയിലെത്തി. എമിഗ്രേഷൻ ഇല്ലാതെ ഇനിയുള്ള കാലത്ത് അമേരിക്ക, യൂറോപ്പ്, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പോപ്പുലേഷൻ ഡിക്ലെയർ കാരണം ജപ്പാൻ കഴിഞ്ഞ 30 കൊല്ലമായി വളർച്ചയില്ലാതെ നിൽക്കുന്നു. ചൈനയും അതേ റൂട്ടിലാണ്. സാംസ്കാരികമായി എമിഗ്രേഷൻ അനുവദിക്കാത്ത രാജ്യങ്ങളാണ് ഇവ രണ്ടും. എമിഗ്രേഷൻ ആവശ്യമാണ്, പക്ഷെ അത് ഒറ്റയടിക്ക് ചെയ്താൽ സമൂഹം ക്രൈസിസിലേക്ക് പോകും. റിസോഴ്സ് തികയാതെ വരും. ആകെ 2 ഓപ്ഷൻ മാത്രമുള്ള അവസ്ഥയിൽ നിലവിലെ പോളിസി ശരിയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റേത് എത്ര മോശമായാലും ആളുകൾ അത് തിരഞ്ഞെടുക്കും. കാരണം മാറ്റം വേണം. ഇപ്പോഴുള്ള അവസ്ഥ തുടരാനാകില്ല. ഇതിന്റെ കൂടെ കൾച്ചറൽ വിഷയങ്ങളുമുണ്ട്. അത് പക്ഷേ ഇലക്ഷൻ സ്വിംഗ് ചെയ്യിക്കാനും മാത്രം സൈസബിൾ അല്ല. കൂനിന്മേൽ കുരു പോലെ വർക്ക് ചെയ്യും. 2016 മുതൽ കാണുന്ന ട്രെൻഡ് ഒരു പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് നടക്കുന്നു എന്നത് തന്നെയാണ്. ഇത് കാലാകാലങ്ങളിൽ അമേരിക്കയിൽ നടക്കുന്നതാണ്. ക്ലിന്റൺ, ഒബാമ എഫക്ട്, നോളജ് എക്കോണമി ട്രേഡ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ബൂമിംഗ് ഇക്വിറ്റി മാർക്കറ്റ്സ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എക്കോണമി വളരുകയും സമൂഹത്തിലെ ഒരു സെക്ഷൻ ആളുകൾ ഈ വളർച്ചയുടെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്തു. ഇത് വലിയൊരു സാമ്പത്തിക അസമത്വം അമേരിക്കയിൽ ഉണ്ടാക്കി. അതിന്റെ ഫലമായി കോളേജ് വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ലോവർ മിഡിൽ ക്ലാസ് ആയി, ചിലപ്പോൾ മിഡിൽ ക്ലാസ്സിൽ നിന്നും പുറത്തായി. ഇങ്ങനെ വർക്കിംഗ് ക്ലാസ് ആളുകളെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ആകർഷിച്ചു എന്നതാണ് ട്രംപ് ചെയ്തത്. ബൈഡന്റെ വർക്കിംഗ് ക്ലാസ് റീജിയണൽ ബാക്ക്ഗ്രൗണ്ട് കാരണം 2020 ചിലർ തിരിച്ച് ഡെമോക്രാറ്റുകൾക്ക് കുത്തിനോക്കി. പക്ഷേ ബൈഡന്റെ പോളിസികൾ അവരെ ഹെൽപ്പ് ചെയ്തില്ല. ബൈഡൻ ചെയ്തത് അവർ കൊടുക്കുന്ന ടാക്സ് എടുത്ത് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ആളുകൾക്ക് സ്റ്റുഡന്റ് ലോൺ ഫോർഗീവ്നെസ് എന്ന പേരിൽ പാരിതോഷികമായി നൽകി. ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് അവരുടെ വോട്ടർ ബേസിന് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫേവർ. ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ബിഗ് പിക്ചർ നോക്കിയാൽ ഇല്ലാത്തവരിൽ നിന്നെടുത്ത് ഉള്ളവന് കൊടുക്കുന്ന സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്ന പോളിസിയാണത്. കോളേജ് വിദ്യാഭ്യാസമുള്ള പ്രോഗ്രസീവുകളുടെ പാർട്ടിയായ ഡെമോക്രാറ്റുകൾക്ക് ഇതിലെ അനീതി പെട്ടെന്ന് മനസ്സിലാകില്ല. ഇതിലെ അനീതി മനസ്സിലാകുന്നവരെയും മനസ്സിലാകില്ല. അമേരിക്കയിലെ കോളേജ് വിദ്യാഭ്യാസം വേറൊരു വലിയ വിഷയമാണ്.
നോളജ് എക്കോണമിയിൽ ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. അവർ തമ്മിലുള്ള വ്യത്യാസം കോളേജ് ഡിഗ്രിയാണ്. ഒരു പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ അടങ്കലെടുക്കുന്നത് മോറൽ ഹൈഗ്രൗണ്ട് ക്ലെയിം ചെയ്യാൻ സഹായിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആത്മഹത്യാപരമാണ്. പ്രത്യേകിച്ചും അവരുടെ ഭരണം കോളേജ് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ശിക്ഷിക്കുന്നതാണെങ്കിൽ. കാരണം കോളേജ് ഡിഗ്രി ഇല്ലാത്തവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ടാണ് കോളേജ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഇതര വംശജരും ട്രംപിനെ തിരഞ്ഞെടുക്കുന്നത്. അതിർത്തികൾ ഉടൻ അടയ്ക്കുമെന്നും ഒരനധികൃത കുടിയേറ്റക്കാരനെയും അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുമാണ് ട്രംപിന്റെ ഉത്തരവ്. ഇതിന്റെ ചുമതല തന്റെ വിശ്വസ്തനായ ടോം ഹോമാനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്കായി നൽകിയിരിക്കുന്ന അസൈലം ആപ്പുകൾ ഇതിന്റെ ആദ്യ പടിയായി തന്നെ റദ്ദാക്കാനാണ് നീക്കം. ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്നത്. അടുത്ത വർഷം ജനുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ട്രംപ് ആദ്യം ഉത്തരവിടുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കായി തയ്യാറാക്കിയ അസൈലം ആപ്പ് റദ്ദാക്കുക എന്നതായിരിക്കും. ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഇവർ അഭയം തേടിയുള്ള ഇന്റർവ്യൂവിനും മറ്റും അപേക്ഷ സമർപ്പിക്കുന്നത്. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ ദിവസവും 1450ഓളം പേരുടെ അപേക്ഷകളിന്മേലാണ് അമേരിക്കൻ സർക്കാർ തീർപ്പ് കൽപ്പിക്കുന്നത്. മെക്സിക്കൻ അതിർത്തി അടയ്ക്കാനും നടപടികൾ ആരംഭിക്കും. മാത്രമല്ല, അമേരിക്കയിലേക്ക് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ കടന്നു കയറുന്ന മറ്റ് മേഖലകളിലും കർശനമായ വിലക്കേർപ്പെടുത്താനാണ് നീക്കമെന്നാണ് ട്രംപിന്റെ അനുയായികൾ പറയുന്നത്. ക്യൂബ, ഹെയ്ത്തി, നിക്കരാഗോ, വെനിസലോ എന്നിവിടങ്ങളിൽ നിന്നാണ് അനധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ ഇതുവഴി എത്തുന്നത്. ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കയറിപ്പറ്റുന്ന കുടിയേറ്റക്കാർ രാജ്യത്തെ നിയമ സംവിധാനം തന്നെ തകരാറിലാക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ടോം ഹോമാനും വ്യക്തമാക്കുന്നത്. നിയമപരമായി ഇവരുടെ ആവശ്യം കേൾക്കാൻ കോടതികൾ ബാധ്യസ്ഥമാണെങ്കിലും 60 മുതൽ 70% വരെ കേസുകളും തള്ളിപ്പോകാറുള്ളതാണ് പതിവ്. ഇത്തരത്തിൽ കേസുമായി എത്തുന്ന പലരും വ്യാജന്മാരാണ് എന്നാണ് അമേരിക്കൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരായി എത്തുന്നവരുടെ അമേരിക്കയിൽ വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന രീതിയും നിർത്തലാക്കാൻ ശ്രമിക്കുമെന്നാണ് ടോം ഹോമാൻ വ്യക്തമാക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള അവകാശം നൽകിയത്. അമേരിക്കയിൽ ജനിച്ചു എന്നതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകുന്ന രീതി ശരിയല്ലെന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ട്രംപ് ഇക്കുറി വിജയം നേടിയത് എന്ന കാര്യവും അവർ ഓർമ്മിപ്പിക്കുന്നു. അതിനിടയിൽ ട്രംപ്, മോദി, നെതന്യാഹു, പുടിൻ സഖ്യവും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ട്രംപ് വിജയിച്ചതോടെ ഇനി ഈ സഖ്യമായിരിക്കും ലോകത്തെ നയിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ഇവരുടെ ലക്ഷ്യം ലോകത്തു നിന്ന് ഭീകരത തുടച്ചു നീക്കുക എന്നതാണ്. ഇപ്പോഴിതാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ഫോണിൽ വിളിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപ് ഇരു നേതാക്കളെയും ഫോണിൽ വിളിച്ച് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പുടിന് ട്രംപ് കർശന നിർദ്ദേശമാണ് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. ഉക്രൈന് നേരെയുള്ള ആക്രമണം ഇനിയും വർദ്ധിപ്പിക്കരുത് എന്ന് താക്കീത് ചെയ്ത ട്രംപ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക ക്യാമ്പുകളുള്ള കാര്യവും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ താൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസം കൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതെങ്ങനെ എന്ന കാര്യം മാത്രം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. സെലൻസ്കിയോടും പുടിനെ വിളിക്കുന്നതിന് മുൻപ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ റഷ്യൻ സർക്കാർ വ്യക്തമാക്കുന്നത് പുടിൻ ഉക്രൈനുമായുള്ള പ്രശ്നങ്ങൾ ട്രംപുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അതിനർത്ഥം ഈ വിഷയത്തിൽ റഷ്യ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്നല്ല. കഴിഞ്ഞ ജൂൺ 14-ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള ഉക്രൈന്റെ ആഗ്രഹം നടപ്പില്ലെന്നും റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്ത 4 മേഖലകൾ റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നുമായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ട്രംപ് ഇരു നേതാക്കളോടും ഫോണിൽ സംസാരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപുമായി ഉക്രൈൻ വിഷയം സംസാരിക്കുന്നതിന് താൻ തയ്യാറാണ് എന്നാണ് പുടിൻ പ്രതികരിച്ചിരുന്നത്. വലിയ രാഷ്ട്രീയ വിജയമാണ് ട്രംപ് നേടിയത്. അമേരിക്കയുടെ സുവർണകാലം വന്നെത്തി എന്നാണ് ട്രംപ് പറഞ്ഞത്. സുവർണകാലമാണോ എന്ന് കണ്ടറിയേണ്ട വസ്തുതയാണ്.